ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഋഷി സുരേഷ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്വിസ് KPSTയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മുടെ ഒക്ടോബർ 18 ജില്ലാതലം. അത് ആദ്യം പറഞ്ഞിരുന്നത് ഒക്ടോബർ 2 അത് മാറ്റി ഒക്ടോബർ 18. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് എടുക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി വട്ടമേശ സമ്മേളനം നടന്ന വർഷം. ഉത്തരം 1930. രണ്ടാമത്തെ ചോദ്യം: ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ചരിത്ര സ്മാരകം. ഉത്തരം ഇന്ത്യ ഗേറ്റ്. അടുത്ത ചോദ്യം: കേരളവർമ്മ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സഹായിച്ച പ്രധാന ആദിവാസി വിഭാഗം ഏതായിരുന്നു? ഉത്തരം കുറിച്യർ. അടുത്ത ചോദ്യം: ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചത്? ഉത്തരം മഹാത്മാഗാന്ധി, അതായത് ഗാന്ധിജിയുടെ. അടുത്ത ചോദ്യം: വരിക സഹചരി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ വേളയിൽ മുഴങ്ങിയ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം അംഷി നാരായണപിള്ള. അടുത്ത ചോദ്യം: 1880 ജനുവരി 11 വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ നടത്തിയ ആഹ്വാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം കുണ്ടറ വിളംബരം. അടുത്ത ചോദ്യം: 1907 സാധുജന പരിപാലന യോഗം ആരംഭിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഉത്തരം അയ്യങ്കാളി. അടുത്ത ചോദ്യം: കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കുന്നതിനാണ് താൻ ഇന്ത്യയിൽ വന്നതെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയ്? ഉത്തരം കഴ്സൺ റിഫു. അടുത്ത ചോദ്യം: അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല ആരംഭിക്കാൻ അനുമതി നൽകിയ വേണാട് ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ഉമയമ്മ റാണി. അടുത്ത ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് മൗലവി സിയാവുദ്ദീൻ എന്ന രഹസ്യനാമത്തിൽ ഇന്ത്യയിൽ നിന്നും പുറത്തു കടന്ന പോരാളി ആരാണ്? ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം: ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ്? ഉത്തരം രാജ്കുമാർ ശുക്ല. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായ ചേരി-ചേരാ നയം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ബെന്തോങ് സമ്മേളനം നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ബെന്തോങ് സമ്മേളനം. ഉത്തരം ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം: ചേരി-ചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം പഞ്ചശീല തത്വങ്ങൾ. അടുത്ത ചോദ്യം: ചേരി-ചേരാ പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് ആരാണ്? ഉത്തരം വി കെ കൃഷ്ണമേനോൻ. അടുത്ത ചോദ്യം: മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം? ഉത്തരം ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം. ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യം. നമ്മൾ പുതിയൊരു വാട്സാപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചിട്ടുണ്ട്, നമ്മുടെ നാട് ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനാണ്. 5 മാസമാണ് ക്ലാസ്. നവംബർ 14 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 1 രൂപ പോലും നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട. നമ്മുടെ നവംബർ 14 ക്ലാസ് തുടങ്ങുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ബോണസ് ചോദ്യത്തിൽ നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ബോണസ് ചോദ്യം ഇതായിരുന്നു: 1909 നവംബറിൽ ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള കപ്പൽ യാത്രക്കിടെ ഗാന്ധിജി പൂർത്തീകരിച്ച ഗ്രന്ഥം ഏതാണ്? ശരിയായ ഉത്തരം ഹിന്ദു സ്വരാജ് ആണ്. ഇതിന് കുറേ പേർ കമന്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ദക്ഷ് DJ, അക്ഷയ്, ഗൗരി നന്ദ, നിഹാൽ, ശിവപ്രിയ, മിഷേൽ, സിയ ഫാത്തിമ P, സിദ്ധിനാഥ് V, റമീസ്, ഷാരോൺ VN, നവമി, അന്ന ആൻഡ് അല്ലു, ഹിത് സരാജ് എന്ന് കമൻറ്റ് ചെയ്ത മറ്റൊരാളാണ് നദ ഫാത്തിമ.
മധു എം, ഷിജി കൃഷ്ണ, സൂപ്പർ വാവ, ഫസീല ഫസി, സൗമ്യ എയിൻ, ആരാധ്യ വി, പൂജലക്ഷ്മി, മുഹമ്മദ് മദീർ ഷിംലാൻ, അബ്സ, ഷിപ്ന ഷാഫി, പ്രാർത്ഥന കാശ്മീർ സുമി, സുഹറ റാഫി, സജീന ഷഫീഖ്, ഹണി മുന്നി, സഹാദൂൻ ഷറഫ്, ശിവനന്ദൻ, അപ്പു, ഗീതു പ്രിൻസ്, സിനോ മാത്യു, ധ്യാൻ, ശ്രീപതി, കേശവ്, അനയ് കൃഷ്ണ സി, എവലിൻ, ഇഷാൻ ദേവ്, ആത്മിക ശരത്, മാധവ് ആർ, അനഘ എന്നിവരാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ബോണസത്തിൽ കിടക്കാം. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വീട്ടുപേര്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വീട്ടുപേര്. ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.